ഈ സാരി ഇന്ന് വീഡിയോ കാണിക്കുന്നതിന് പിന്നിൽ എൻ്റെ മനസ്സിൽ ഒരു എന്താ പറയാ കൃത്രിമമല്ലോ ദുരൂഹതയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ദുരൂഹതയുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്യുവർ കാഞ്ചീപുരം സാരി കണ്ടു. നമ്മുടെ ബ്ലാക്കിനകത്ത് സെയിം ഡിറ്റോ കളർ കോമ്പിനേഷനിൽ കാഞ്ചീപുരം സാരി 18-22 എന്നുള്ള റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ നമ്മുടെ കയ്യിൽ 2000 രൂപയ്ക്ക് ഇതേ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ. കാരണം എന്നെ പോലെ ഇൻസ്റ്റാഗ്രാം നോക്കി ഇപ്പം നമുക്ക് ചില ഡ്രസ്സൊക്കെ ഇപ്പോഴും ഞാൻ പറയാം, എനിക്ക് ചില ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് റേറ്റ് കുറച്ച് കൂടുതലാകുമ്പോൾ ഞാൻ ആലോചിക്കും അത് വേർത്താണോ, ഞാൻ എത്ര പ്രാവശ്യം ഇടും. പിന്നെ ഞാൻ മറ്റേ സർജറി നടത്തുന്ന പോലെ പല ക്വസ്റ്റ്യൻസും ഞാൻ എന്നോട് തന്നെ, ഒരു സൈഡിൽ പാപ്പരാസിയായ ഞാനും ഇപ്പുറത്തെ സൈഡിൽ കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്ന ഞാനും നമ്മൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ. ഈ ഡ്രസ്സ് നിനക്ക് ആവശ്യമുണ്ടോ, നീ എത്ര പ്രാവശ്യം ഇടും, നീ ഇടുമ്പോൾ കംഫർട്ടബിൾ ആണോ. ഇതേപോലെ സാരിയുടെ കേസിൽ ഓബ്വിയസ്ലി നമ്മൾ സംസാരിക്കും. വില കൂടിയ സാരി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്, നമ്മളൊരു സ്റ്റോറിൽ പോയി സാരി മേടിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോയി കളർ കോമ്പിനേഷനും പാറ്റേണും കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കുമ്പോൾ ഒരു 100 ചോദ്യം മനസ്സിൽ വരും. ഇതെപ്പോൾ ഉടുക്കും, എവിടെ ഉടുക്കും, ഉടുത്താൽ പിന്നെയും പ്രശ്നമാവോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ ഒരു 2000 റുപ്പീസിന് താഴെയായിട്ട് ഡ്രസ്സാണോ, സൽവാറാണോ, കുർത്തിയാണോ, സാരിയാണോ, അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് വരില്ല. വെച്ചാൽ എന്നും മാസം ഒരു 5 സാരിയുടെ കാര്യമില്ല ഞാൻ പറഞ്ഞേ. വല്ലപ്പോഴും ഒരു പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. കാരണം കുഴപ്പമില്ല, 2000 രൂപ താഴെയല്ലേ, നല്ല സാരിയാണല്ലോ, നമുക്ക് പിന്നെയും ഉടുക്കാം. ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ മനസ്സിൽ വിചാരിക്കും. ഇത് അങ്ങനെ ഉടുക്കാൻ പറ്റുന്നൊരു സാരി. കല്യാണം തൊട്ട് ഈവനിങ് റിസപ്ഷൻ ആയാലും ബർത്ത്ഡേ ഫംഗ്ഷൻ, അതുപോലെ നമുക്ക് വീട് കാച്ച്, പാല് കാച്ച് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിനകത്ത് നിൽക്കുകയും ചെയ്യും. നമുക്ക് ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്തു ആ സാരി കാണുമ്പോൾ നമുക്ക് സന്തോഷം വേണം. അല്ലാതെ നമ്മളൊരു സാധനം മേടിച്ച് വെച്ച് നമുക്ക് കാണുമ്പോൾ കുറ്റബോധം വരുന്നതിനെക്കാട്ടിലും ഈസിയറാണ് നമുക്ക് കുറച്ച് സന്തോഷം കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ബ്ലൗസും കോൺട്രാസ്റ്റ് തന്നെയാണ് വരിക. അപ്പോൾ മുകളിലൊരു ചെറിയ ബോർഡർ ആണ് എന്നുള്ളൊരു പ്രശ്നമില്ല. എല്ലാവരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന ചെറിയ ബോർഡറാണ്. വളരെ റെയറായിട്ട് മാത്രമേ ഭയങ്കര വീതിയുള്ള ബോർഡർ ഞാൻ കാണാറുള്ളൂ. കാരണം ഹൈറ്റ് ഉള്ളവർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ദൈവപുണ്യമാണോ, ദൈവത്തിന് എന്താ പറയുക, സ്നേഹക്കൂടുതൽ വന്നാണോ എനിക്കറിയില്ല, ഒട്ടുമിക്ക പെൺകൊച്ചുങ്ങൾക്കും 5 അടി പൊക്കും അല്ലെങ്കിൽ 5 അടി പൊക്കൊക്കെ ആയിരിക്കും. നമ്മൾ ഹീൽസ് ഒക്കെ വെച്ചാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ബോർഡർ ആയിരിക്കും കുറച്ചും കൂടി സേഫസ്റ്റ് ആയിട്ട് പോകുന്നത്. കാരണം നമുക്ക് മുകളിലത്തെ ബോർഡർ നമുക്ക് കിട്ടുകയും ചെയ്യും. പ്ലസ് സാരി ബ്ലൗസും നമുക്ക് അതേ കോൺട്രാസ്റ്റ് കളർ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഫ്രെയിമിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് നോക്കുമ്പോൾ എന്താ നോക്കാം, ഇത്രയും പോർഷനായിരിക്കും നമ്മൾ നോക്കുന്നത്. ഫേസിന് ആ കളർ ചേരുന്നുണ്ടോ, ബ്ലൗസ് നല്ലതാണോ, നെക്കിന് നല്ല ഭംഗിയുണ്ടോ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാം. ഇതെല്ലാം ഒത്തിണങ്ങിക്കൊണ്ടൊരു സാരി. സോഫ്റ്റ് സിൽക്കാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാനും പറ്റും. ബൈ.